നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോനെ, മദ്യവ്യവസായം ലാഭമുള്ളൊരു ബിസിനസ്സാ. നമ്മൾ ആ ലാഭം മാത്രം നോക്കിയാ പോരെ. അനാവശ്യമായ സാമൂഹിക പ്രതിബദ്ധതയൊക്കെ നമ്മൾ ഏറ്റെടുക്കണം. നോ, ഒരു കാരണവശാലും മദ്യ വ്യവസായം തുടങ്ങാൻ പാടില്ല. എന്റെ അമ്മ ആരംഭിച്ച ഈ കമ്പനി അമ്മയെ മറന്ന് ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല. നിന്റെ അമ്മ കമ്പനി തുടങ്ങിയ കാലം അല്ല ഇത്. കാലത്തിനനുസരിച്ച് ബിസിനസിന് ഭേദഗതികൾ വരുത്തേണ്ടി വരും. അമ്മേ, അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം. അമ്മ ഇപ്പൊ ഞാൻ പറയുന്നതേ കേൾക്കൂ. നീ ഏതായാലും കൃത്യസമയത്ത് ഈ പണം ഇവിടെ എത്തിച്ചല്ലോ. അതിനൊരു ടിപ്പ് പിടിച്ചോ. വിനയ്, നീ എന്താ വിശാൽ സാറിനെ അപമാനിക്കുന്നോ? മര്യാദയ്ക്ക് മാപ്പ് പറയടാ. വിശാൽ സാറിനോട് മാപ്പ് പറയാൻ. നീ ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനവും അനുഭവിക്കുന്ന അന്തസ്സും ഇദ്ദേഹത്തിന്റെ ദാനമാ. അത് നീ മറക്കരുത്. തല മറന്ന് നീ എണ്ണ തേക്കരുത്. മാപ്പ് പറയടാ. സർ, സർ വരണം. സിറ്റുവേഷൻ ഇപ്പോ നമുക്ക് അനുകൂലമല്ല. എന്താ വേണ്ടെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ ഇപ്പോ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. വരണം. പതുക്കെ. എന്താ വിനയ്, നിനക്ക് അത്രയ്ക്ക് വേദനിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ വെറുതെ ആക്ഷൻ കാണിക്കാണെന്നാണ് നിന്റെ വിചാരം? എടോ, എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട്. ഒന്ന് പോയേ. നിന്റെ കൈക്ക് ഇത്ര കരുത്തേ ഉള്ളോ? നല്ല ബലമുള്ള കൈയല്ലേ നിന്റേത്. അവൾ എത്ര ശക്തി കൂട്ടി പിടിച്ചാലും നിനക്ക് വേദനിക്കോ? ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കറിയും. അവളുടെ കൈക്കരുത്ത് നിനക്കറിയില്ല. അവള് ഈയാൻ പാറ്റ പോലെ ഇരിക്കുന്നൊന്നും നോക്കണ്ട. ഉരുക്ക അവളുടെ കൈ, ഉരുക്ക്. അത് മാത്രല്ല, ഉടുമ്പ് പിടിച്ചതുപോലെയല്ലേ എന്നെ പിടിച്ചത്. അവള് ശരിക്കും എന്റെ കൈ പിടിച്ച് ഓടിച്ചു കളയുമായിരുന്നു. അവൾക്ക് ആ സമയത്ത് ഈ ബലം എവിടുന്ന് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെ, നിന്റെ വേദന ഇതുവരെ കുറഞ്ഞില്ലേ? എടാ, അവള് വലിയ ഉദയനൂരമ്മയുടെ ഭക്തയല്ലേ. അമ്മ കൊടുത്ത ശക്തി കൊണ്ടാവും അവള് നിന്റെ കൈ പിടിച്ചോടിച്ചത്. എന്തായാലും ശരി, ഇനി കുറച്ച് ദിവസത്തേക്ക് എന്റെ ഈ കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അറിയാലോ, വിശാലിനെ എന്തെങ്കിലും തരത്തില് വിഷമിപ്പിച്ച അവൾ അടങ്ങിയിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.